നമ്മൾ കുറച്ച് ബ്രൊക്കോളി എടുത്ത് ഇതുപോലെ തണ്ട് സെപ്പറേറ്റ് ചെയ്ത് ചുടുവെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒലിവ് ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചെറിയൊരു സവോളയും അതുപോലെ 4-5 വെളുത്തുള്ളി നല്ലോണം കുത്തി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നന്നായി വഴറ്റിയെടുക്കണം എന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു 3 ക്യാരറ്റും അതുപോലെ ഈ ബ്രൊക്കോളി ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ കോരിയെടുത്തതിന് ശേഷം നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ മഷ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരു 10 മിനിറ്റ് നേരം നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ബ്രൊക്കോളിയിൽ നിന്ന് വെള്ളം വരും, അത് കാരണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് വെന്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതൊന്ന് കുറച്ച് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് അരച്ച കൂട്ടൊന്ന് ചേർത്തിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും ക്യാരറ്റും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ മിക്സ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത് 2 ടേബിൾ സ്പൂണോളം, കൂടുതലായിട്ട് ഒഴിക്കേണ്ട, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ഇത് നന്നായി ഒന്ന് തിളച്ച് വരാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അല്ല എന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ബ്രൊക്കോളി സൂപ്പാണ് കേട്ടോ.